Good morning one and all. Welcome back to the class. Hope you all are safe. So let's go on with the world of film. In the last class we discussed certain film terminologies. So today let's continue with a new one, editing. What is editing? You had gone through shots, focus and angle. All these are the different elements of a film. And film is not one single piece. It comes as a whole. We need to combine it. We need to assemble the shots. We need to assemble the scenes, sequences and all that. ഒരു സിനിമയെ നമുക്ക് പ്രധാനമായിട്ടും വേണമെങ്കിൽ രണ്ടോ മൂന്നോ നാലോ സീക്വൻസ് ആയിട്ട് തിരിക്കാനായിട്ട് സാധിക്കും. ഒരു സീക്വൻസിനെ പലതരത്തിലുള്ള സീനുകളാക്കി തിരിക്കാനായിട്ട് സാധിക്കും. ഒരു സീനിനെ പലതരത്തിലുള്ള ഷോട്ടുകളാക്കി തിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു സിനിമ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് സീക്വൻസ്. ഒരു വീടോ ഒരു സ്കൂളോ ഒരു കടൽ തീരമോ ഒരു പാർക്കോ അങ്ങനെ കഥയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒന്നോ രണ്ടോ മൂന്നോ സന്ദർഭങ്ങൾ മാത്രമേ പ്രധാനമായിട്ടും സിനിമയിൽ ഉണ്ടാകുകയുള്ളൂ. അതിലേക്കുള്ള മൂവ്മെൻറ്റ് പലതരം സീനിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഒരു സീൻ രൂപപ്പെടുന്നത്? പലതരം ഷോട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ടാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെ ചേർത്ത് വയ്ക്കുന്നത് ആരാണ്? എ ക്രിയേറ്റീവ് ഹെഡ് ഇസ് ബിഹൈൻഡ് ദാറ്റ്. വി കോൾ ഹിം എഡിറ്റർ. കുറേ കാലങ്ങൾക്ക് മുൻപേ, അതായത് സിനിമ തുടങ്ങിയ സമയങ്ങളിൽ എഡിറ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് അത്രയ്ക്ക് വശമില്ലായിരുന്നു, അല്ലെങ്കിൽ അത്രയ്ക്കും പ്രാവർത്തികമാക്കിയിരുന്നില്ല. സോ ദാറ്റ്സ് വൈ വി ക്യാൻ സീ ഫിലിംസ് ഇൻ വൺ സ്ട്രെച്ച് വിത്തൗട്ട് എനി ബ്രേക്സ്. When editing the technique, the process came into film, we can see the magnificent world of cinema. ഒരു ഭാഗം എടുക്കുന്നത് ചിലപ്പോൾ ഇന്നാണെങ്കിൽ മറ്റൊരു ഭാഗം ചിലപ്പോൾ നമുക്ക് നാളെ എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. കാരണം എന്താ? അത് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ we don't feel that the present shot is shoot in one particular time. We won't feel the break because it is joined by a powerful expertise, an editor. So what is editing? Who is an editor? What are his duties? Which are the different types of editing? We can discuss it today. ആദ്യമേ തന്നെ എഡിറ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്കിലൂടെ പോവാം. എന്താണ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക്? ഡെഫിനറ്റ്ലി ഫിലിം എഡിറ്റിംഗ് ഓർ എഡിറ്റിംഗ്, ഇറ്റ് ഈസ് ആൻ ആർട്ട്. ബിയോണ്ട് ഓൾ ദ ടെക്നിക്കാലിറ്റി, ഇറ്റ് ഈസ് ആൻ ആർട്ട്. An artist should combine, should assemble the different shots into a whole. അപ്പോൾ എഡിറ്റർക്ക് രണ്ട് തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഒരു സിനിമയെക്കുറിച്ച് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഒന്ന്, ഒരു മൈക്രോ ലെവൽ ഓഫ് ആസ്പെക്ട് ഓർ മൈക്രോ വ്യൂ പോയിൻറ്റ്. ദ അതർ വൺ ഇസ് എ മാക്രോ വ്യൂ പോയിൻറ്റ്. മാക്രോ മീൻസ് ഇറ്റ് ഈസ് എ ബ്രോഡ് ബേർഡ്സ് ഐ വ്യൂ. ഓവറോൾ ആ സിനിമ എന്താണെന്നും ആ സിനിമയുടെ സ്വഭാവം എന്താണെന്നും ഡയറക്ടറിൽ നിന്നും പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ആ പ്രവർത്തനം കുറച്ച് മുന്നേ തന്നെ ഒരു എഡിറ്റർ തുടങ്ങി വെക്കേണ്ടതാണെന്നും പല പ്രശസ്തരായിട്ടുള്ള എഡിറ്റർമാർ പറയുന്നു. അപ്പോൾ എഡിറ്റർക്ക് തീർച്ചയായിട്ടും ഒരു സിനിമയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദ വർക്ക്, വെൻ ഹി ബിഗിൻസ് ഹിസ് വർക്ക് ഫ്രം ദ ഡെസ്ക്, ഇറ്റ് വിൽ ബി ഈസി ഫോർ ഹിം ടു കമ്പൈൻ, ടു ക്രിയേറ്റ് എ കൊഹിറൻറ്റ് സീക്വൻസ് ഫോർ ഇറ്റ്. ഒരു ചേർത്ത് വയ്ക്കൽ എളുപ്പമായിട്ട് മാറുന്നു. അതുപോലെ തന്നെ മൈക്രോ ലെവലായിട്ട് ഓരോ ഷോട്ടിൻ്റെ സ്വഭാവം എന്താണെന്നും ആ ഷോട്ടിൽ എന്താണ് പ്രത്യേകമായിട്ട് ചേർക്കേണ്ടതെന്നുള്ള ബോധ്യവും ഒരു മൈക്രോ വ്യൂ പോയിൻറ്റും ഒരു എഡിറ്റർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. സോ ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എ ക്രിയേറ്റീവ്, along with that he should be a digital techie too. He should be known with the digital technology of the present era. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഡിജിറ്റലായിട്ടുള്ള ടെക്നിക്കും അദ്ദേഹത്തിന് വശമുണ്ടെങ്കിൽ കുറച്ചും കൂടെ സിനിമയെ ആളുകളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ, ഇന്നിൻ്റെ ലോകത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ അദ്ദേഹവും അതോടൊപ്പം തന്നെ ആ സിനിമയും വിജയം കൈവരിക്കും. നമുക്കറിയാം, ഒരു സിനിമ വിജയിക്കുന്നത് ആ സിനിമയുടെ കഥ കൊണ്ടോ ആ സിനിമയിലെ അഭിനേതാക്കളെ കൊണ്ടോ മാത്രമല്ല, ആ സിനിമയുടെ അവതരണം കൊണ്ടുകൂടിയാണ്. എങ്ങനെ നമ്മിലേക്കത് പ്രസൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതിലാണ് ചിലപ്പോൾ ഒരു സിനിമ വിജയിക്കുന്നത്. അതിൻ്റെ കഥയോ അതിലെ കഥാപാത്രങ്ങളോ ചിലപ്പോൾ മികച്ചതല്ലെങ്കിൽ കൂടെയും ആ സിനിമയുടെ അവതരണത്തിൽ ബെറ്റർ ആക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം സിനിമകൾ വിജയം കൈവരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയൊരു അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കൈ അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മാൻ എന്ന് പറയുന്നത്
It is definitely during the post-production time the duty of an editor. We can move on to the different types of editing. എന്തൊക്കെ തരത്തിലുള്ള എഡിറ്റിംഗ് ആണ് ഒരു സിനിമയിൽ സാധാരണ നടക്കാറുള്ളത്? സിനിമ എന്ന് പറയുന്നത് ഒരു ദൃശ്യഭാഷയാണ് അല്ലേ? വിഷ്വൽ ഇമേജസിൻ്റെ ഒരു കോമ്പിനേഷനാണ്. വി സ്റ്റാർട്ടഡ് ഇറ്റ് ഫ്രം എഡ്വേർഡ് മേബ്രിഡ്ജ്. ആ ഒരു ഹോസിൻ്റെ ആ ഒരു റേസിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം ചേർത്ത് വെച്ചിട്ടുള്ള ആ മൂവിങ് പിക്ചേഴ്സിൽ നിന്ന് മൂവി ഉണ്ടായ കഥ നമ്മൾ കേട്ട് കഴിഞ്ഞു. ചലച്ചിത്രം. അപ്പം അത്തരത്തിലുള്ള ഇമേജസിനെ ചേർത്ത് വെക്കുന്നത് മാത്രമാണോ എഡിറ്റിംഗ്? അല്ല, ഇമേജസ് മാത്രമല്ല. സൗണ്ട് എഡിറ്റിംഗ്, വിഷ്വൽ എഡിറ്റിംഗ്, ഡബ്ബിംഗ്, ഡയലോഗ് എഡിറ്റിംഗ്, ഇങ്ങനെ പലതരത്തിലുള്ള മ്യൂസിക്, പലതരത്തിലുള്ള എഡിറ്റിംഗ് ഒരു എഡിറ്ററിൻ്റെ കയ്യിലൂടെ വന്നിട്ടാണ് നമ്മിലേക്കൊരു സിനിമ പൂർണ്ണമായിട്ടും മനോഹരമായ രീതിയിൽ എത്തുന്നത്. 4 തരം എഡിറ്റിംഗ് ടെക്നിക്സ് ആണ്, അല്ലെങ്കിൽ 4 ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സെമിസ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിന് വേണ്ടിയിട്ട് ഫോർ ദ സിലബസ് നിങ്ങൾക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ക്രോണോളജിക്കൽ എഡിറ്റിംഗ്, സെക്കൻഡ് വൺ കണ്ടിന്യൂറ്റി എഡിറ്റിംഗ്, തേർഡ് വൺ പാരലൽ എഡിറ്റിംഗ് ഓർ ക്രോസ് കട്ടിംഗ്, and fourth one montage. So we can go through each one of it. First one, chronological editing. What is chronological editing, or what is meant by chronology? എന്താണ് chronology എന്ന് പറയുന്നത്? The word means there should be an order, definitely an ascending order. 1 കഴിഞ്ഞ 2, 2 കഴിഞ്ഞ 3, ഒരു ഓർഡർ കീപ്പപ്പ് ചെയ്യുക. സാധാരണഗതിയിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തൊരു കാര്യമായിരുന്നു ഡിഫറെൻറ്റ് ജാനേഴ്സ് ഓഫ് ഫിലിം. വി ഹാഡ് സീൻ ദ 3 ഡിഫറെൻറ്റ് മേജർ ജാനേഴ്സ് ഓഫ് ഫിലിം ആസ് നറേറ്റീവ് ജാനേഴ്സ്, അവോങ്കാർഡ് ഫിലിംസ് ആൻഡ് ഡോക്യുമെൻ്ററീസ്. നറേറ്റീവ് ഫിലിംസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് കൺവിൻസിങ് ആയിട്ട് ആളുകളിലേക്ക് കഥയെ അവതരിപ്പിക്കുന്ന സിനിമകളാണ് നറേറ്റീവ് ഫിലിംസ് എന്ന് പറയുന്നത്. കഥയായിരിക്കാം, ഒരിക്കലും നടക്കാത്ത സംഭവമായിരിക്കാം, എന്നിരുന്നാൽ തന്നെയും അതിനെ ആളുകളെ വിശ്വസിപ്പിക്കുന്ന തരത്തിൽ എത്തിക്കുന്നതായിരിക്കണം സിനിമ എന്ന് പറയുന്നത്. ഈ വിശ്വസിപ്പിക്കണമെങ്കിൽ അതിന് കുറേ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ടൈം, സെക്കൻഡ് വൺ ഇസ് സ്പേസ്. കഥ നടക്കുന്ന സമയവും കഥ നടക്കുന്ന സ്ഥലവും കൺവിൻസിങ് ആവണം. കാണുന്ന ആളുകൾക്ക്, ഓഡിയൻസിന്, വ്യൂവേഴ്സിന് കൺവിൻസിങ് ആക്കി മാറ്റണം. അപ്പോൾ അതിന് ഡെഫിനറ്റ്ലി ഒരു ലോജിക്കലായിട്ടുള്ള നറേഷൻ ആവശ്യമായിട്ട് വരും, ഒരു ലീനിയർ ആയിട്ടുള്ള നറേഷൻ. എ സ്റ്റോറി വിത്ത് എ ബിഗിനിങ്, മിഡിൽ ആൻഡ് ആൻ എൻഡ്. ദർ ഷുഡ് ബി ആൻ ഓർഡർ ഇൻ ഇറ്റ്. ഒരു കഥയാകുമ്പോൾ കഥയുടെ തുടക്കവും അതിൻ്റെ തുടക്കത്തെ ഫോളോ ചെയ്ത് വരുന്ന നടുക്കത്തെ ഭാഗവും അതിന് അവസാന ഭാഗവും എൻഡും, അത് തമ്മിലുള്ളൊരു ലോജിക്കൽ കണക്ഷൻ ഉണ്ടായിരിക്കണം. ഈ ലോജിക്കൽ കണക്ഷനെ നമ്മിലേക്ക് എത്തിക്കുന്ന എഡിറ്റിംഗ് ടെക്നിക്കാണ്, നറേറ്റീവ്സിൽ ഉപയോഗിക്കുന്ന എഡിറ്റിംഗ് ടെക്നിക്കാണ് ക്രോണോളജിക്കൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. So chronological editing favors time and space in a logical manner. So the viewers or the audience who sees it, who watches it, don't feel any jerkiness. They don't feel any jump in it, viewing it. The whole film will go in a flow. കാണുന്ന ആളുകളെ ആസ്വദിപ്പിക്കുന്ന തരത്തിൽ സിനിമ മനോഹരമായിട്ട് തുടങ്ങുന്നു, അതിലേക്ക് നമ്മളെ, ആ വേൾഡിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. സിനിമ കഴിഞ്ഞതുപോലും അറിയാതെ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു. അത്രയും ഒഴുക്കോടുകൂടെ മനോഹരമായി ഒരു ഓർഡറിൽ സിനിമ അവതരിപ്പിക്കുന്ന എഡിറ്റിംഗ് ടെക്നിക്കാണ് ക്രോണോളജിക്കൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. കണ്ടിന്യൂറ്റി എഡിറ്റിങ്ങിനോട് ചേർത്ത് വായിക്കാൻ പറ്റുന്നൊരു പദമാണ് ക്രോണോളജിക്കൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. വി ക്യാൻ സീ ദ സെക്കൻഡ് വൺ ഇസ് കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് ഡെഫിനറ്റ്ലി. ആൻഡ് കമ്മിങ് ബാക്ക് ടു ക്രോണോളജിക്കൽ എഡിറ്റിംഗ്, ഏറ്റവും കൂടുതലായിട്ട് ഇത് സിനിമയിൽ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് ക്ലാസിക്കൽ ഹോളിവുഡ് സിനിമകളിലാണ്. ക്ലാസിക്കൽ ഹോളിവുഡ് സിനിമയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2-3 ക്ലാസ്സുകളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഡീപ്പ് ഫോക്കസ് ഷോട്ട്സ് ഓർ കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് ആസ് വെൽ ആസ് ക്രോണോളജിക്കൽ എഡിറ്റിംഗ്. ആൻഡ്രൂ ബേസിൻ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ക്രിട്ടിക് ക്ലാസിക്കൽ ഹോളിവുഡ് സിനിമകളെ ഒരുപാട് പ്രശംസിക്കുന്നതും ഇവിടെ തന്നെയാണ്. സിനിമ നമ്മളെ അല്ലെങ്കിൽ കാണികളെ മറ്റൊരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന രീതിയിൽ ആ ഒഴുക്കിലേക്ക് യാതൊരു ടെക്നിക്കലായിട്ടുള്ള ഡിഫിക്കൽട്ടിയും കോംപ്ലക്സിറ്റിയും വരുത്താതെ കൂട്ടിക്കൊണ്ടു പോകുന്ന ആ ഒരവസ്ഥ, അത്തരം സിനിമകളാണ് അദ്ദേഹവും അതുപോലുള്ള മറ്റ് ഫിലിം ക്രിട്ടിക്കുകളും പുകഴ്ത്തിയിരുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് ക്രോണോളജിക്കൽ എഡിറ്റിംഗ്. എക്സെപ്റ്റ് വൺ തിങ്, ക്രോണോളജിക്കൽ എഡിറ്റിങ്ങിലാണെങ്കിലും കണ്ടിന്യൂറ്റി എഡിറ്റിങ്ങിലാണെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ ഓർഡറിന് യാതൊരു ബ്രേക്കും വരാറില്ല.
എക്സെപ്റ്റ് വൺ പെർട്ടിക്കുലർ പോയിന്റ്. അറ്റ് വൺ പെർട്ടിക്കുലർ പോയിന്റ് ഒരു ഫ്ലാഷ് ബാക്കോ ഒരു ക്രോസ് കട്ടിങ്ങോ കാണിക്കുന്ന ഘട്ടം വരുമ്പോൾ ചെറിയൊരു ബ്രേക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ അതും ഒരിക്കലും കാണികളെ അരോസരപ്പെടുത്തുന്ന രീതിയിലോ ആ ഒരു ഫ്രീ ഫ്ലോ ഓർ ഇമാജിനേഷൻ ഓർ ദാറ്റ് എൻജോയ്മെൻറ്റ് എൻ്റർടൈൻമെൻറ്റ് അതിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലോ ആയിരിക്കില്ല. ഒരു ഫ്ലാഷ് ബാക്കോ പശ്ചാത്തലമോ പാസ്റ്റോ കാണിക്കുന്ന സമയങ്ങളിൽ ഒരു ഫെയ്ഡോ ഡിസോൾവോ അതുപോലുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഭൂരിഭാഗം സിനിമകളും അതിൻ്റെ ഫ്ലാഷ് ബാക്കുകൾ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ കളർഫുൾ മോഡിൽ പോകുന്നൊരു സിനിമയാണെങ്കിൽ, കളറിൽ പോകുന്നൊരു ഫിലിമാണെങ്കിൽ ഫ്ലാഷ് ബാക്ക് കാണിക്കാൻ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ് ഉപയോഗിക്കുന്നതായിട്ട് കാണാറുണ്ട്. അല്ലെങ്കിൽ മെല്ലെ ആലോചിക്കുന്നത് പോലെ ഫെയ്ഡിലേക്ക് പോയി ആ രംഗം ഡിസോൾവ് ആയി പോയി അടുത്ത രംഗം തുടങ്ങുന്നത് പാസ്റ്റിലായിരിക്കും. അപ്പം അങ്ങനെ ആളുകളുടെ ആ ഒരു കാണുന്ന ആ ഒരു വ്യൂവിനെ ബ്രേക്ക് ചെയ്യാത്ത രീതിയിൽ, ഒരു ജമ്പ് ക്രിയേറ്റ് ചെയ്യാത്ത രീതിയിൽ ഒരു ഒഴുക്കൻ മട്ടിൽ അതങ്ങനെ കൊണ്ടുപോകുന്നു. ക്രോസ് കട്ടിംഗ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അതും ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്ന എഡിറ്റിംഗ് ടെക്നിക്കാണ്. എങ്കിൽ തന്നെയും ഒരേ സമയം തന്നെ രണ്ട് സ്ഥലങ്ങളിലായിട്ട് പരസ്പരം ബന്ധമുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എഡിറ്റിംഗ് ടെക്നിക്കാണ് ക്രോസ് കട്ടിംഗ് എന്ന് പറയുന്നത്. ഈ രണ്ട് സാഹചര്യത്തിലും when a movie shows flashbacks as well as cross cutting, the chronological editing is broken at that particular point. But even it won't affect the viewer watching or enjoying a film smoothly. We can move on to the next one, that is about continuity editing. എന്താണ് chronological editingും continuity editingും തമ്മിലുള്ള വ്യത്യാസം? Continuity editing mainly emphasis on the continuity of action. എങ്ങനെയാണോ സിനിമയിൽ ഒരാളുടെ മൂവ്മെൻറ്റ്സ്, അയാളുടെ ചലനങ്ങൾ, ഓരോ വ്യക്തികളുടെയും ആക്ഷൻസ്, അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കും. അതിനെ പൂർണ്ണമായും നമ്മിലേക്ക് എത്തിക്കുന്ന രീതിയാണ് കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് എന്ന് പറയുന്നത്. സിനിമയെ മൊത്തത്തിൽ അതിൻ്റെ എല്ലാ സീക്വൻസിലും ബിഗിനിങ്ങിനെ ഫോളോ ചെയ്തിട്ടൊരു മിഡിലിനെ ഫോളോ ചെയ്തിട്ടുള്ളൊരു എൻഡ്, അതൊരു ഓർഡറിൽ കൊടുക്കുന്നതിനെയാണ് ക്രോണോളജിക്കൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ഒരു മാക്രോ ലെവലും ഒന്നൊരു മൈക്രോ ലെവലും ആണെന്ന് ചിന്തിക്കുക. കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് ബേസിക്കലി മീൻസ് ദ കണ്ടിന്യൂറ്റി ഇൻ ആക്ഷൻസ്. ഉദാഹരണത്തിന് ഒരാൾ ഇവിടെ നിന്ന് ഡോറ് തുറന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ അയാൾ ഡോറ് തുറക്കുന്നത് പുറകിൽ നിന്നാണ് കാണിക്കുന്നതെങ്കിൽ നെക്സ്റ്റ് സൈഡ് കാണിക്കണം, തുറന്ന് പുറത്തേക്ക് വരുന്ന രംഗം കാണിക്കണം. അപ്പോൾ അവിടെ അയാൾ ചെയ്യുന്ന ആക്ഷന് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരാളൊരു വസ്തുവിലേക്ക് നോക്കുന്നത് കാണിക്കുമ്പോൾ നെക്സ്റ്റ് ഷോട്ട് ആ വസ്തുവിനെ കാണിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾ നോക്കിയത് ആ പെർട്ടിക്കുലർ ഒബ്ജക്റ്റിലാണെന്ന്. ഇങ്ങനെ കാണിക്കുന്ന ആക്ഷൻസിലെല്ലാം ഇപ്പോൾ ഇടത്തേക്ക് ഒരാളെ ഒരു കഥാപാത്രത്തെ നോക്കുകയാണെങ്കിൽ ആ കഥാപാത്രം വലത്തേക്ക് ഇയാൾ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് ദേ ആർ ലുക്കിംഗ് അറ്റ് ഈച്ച് അതർ. സോ ദർ ഇസ് എ കണ്ടിന്യൂറ്റി ഇൻ ആക്ഷൻ. ഈ കണ്ടിന്യൂറ്റി ഓഫ് ആക്ഷനെ അതുപോലെ തന്നെ ചേർത്ത് വെച്ച് നമ്മിലേക്ക് എത്തിക്കുന്ന എഡിറ്റിംഗ് ടെക്നിക്കാണ് കണ്ടിന്യൂറ്റി എഡിറ്റിംഗ്. അഗൈൻ ഇറ്റ് വാസ് ഓൾസോ mostly advocated in US in the early 20th century, which is still operates, or we can say that continuity editing is the most commonly or most widely used editing technique worldwide. ലോകത്തെമ്പാടും ഏതൊരു സിനിമ എടുക്കുകയാണെങ്കിലും അതിൻ്റെ നറേഷൻ ലീനിയർ ആണെങ്കിൽ അതിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന, വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു എഡിറ്റിംഗ് ടെക്നിക്ക് തന്നെയാണ് കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ജംപ് കട്ട് അല്ലെങ്കിൽ 180 ഡിഗ്രി ഓർ 30 ഡിഗ്രി റൂളിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഡിസ്കസ്ഡ് അബൌട്ട് ദ 30 ഡിഗ്രി ആൻഡ് ദ 180 ഡിഗ്രി റൂൾ. അപ്പോൾ ഈ രണ്ട് റൂളിനെയും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത്തരം സിനിമകൾ നമ്മുടെ ആ ഒരു ഫ്ലോനെ അല്ലെങ്കിൽ ആ ഒരു ആക്ഷനെ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവറിനെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് ചിലപ്പോൾ ഒരു കാരണമായേക്കാം. അത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാതെ the 30 degree and the 180 degree rule are quite conventionally used in film. Those films will provide, or those films will give a kind of continuity in their actions. Continuity editing is otherwise called as invisible editing or seamlessness. കാരണം ഒരു എഡിറ്റിംഗ് ടെക്നിക്ക് എന്ന രീതിയിൽ ആളുകളിലേക്ക് ഒരു എഡിറ്റിംഗ് ടെക്നിക്കിലേക്ക് ഫോക്കസ് ചെയ്യാതെ സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എഡിറ്റിംഗ് ടെക്നിക്കാണ് കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ എഡിറ്റിങ്ങിനെ അല്ലെങ്കിൽ ടെക്നിക്കാലിറ്റിയിൽ ശ്രദ്ധ വയ്ക്കുന്ന രീതിയിലുള്ള എഡിറ്റിംഗ് ഉണ്ടോ? നമ്മൾ മൊണ്ടാഷ് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് പറയാം. അല്ലെങ്കിൽ ജംപ് കട്ട് പോലുള്ള
30-degree rule violation അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, പ്രശ്നങ്ങളല്ല അതുപോലുള്ള പരീക്ഷണങ്ങൾ സിനിമയിൽ വരുമ്പോൾ, ഇറ്റ് വിൽ ബ്രേക്ക് ദ ഫ്ലോ ഓഫ് ദ ഓഡിയൻസ് ആൻഡ് വിൽ ആസ്ക് ഓർ വിൽ ഡിമാൻഡ് ദം ടു ഫോക്കസ് ഓൺ ദ ടെക്നിക്കാലിറ്റി ഓഫ് ദ ഫിലിം. അപ്പോൾ അങ്ങനെ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിലേക്ക് കാണികൾ ശ്രദ്ധ ചെലുത്തണമെന്ന് ഡിമാൻഡ് ചെയ്യപ്പെടുന്ന സിനിമകളിൽ ഡെഫിനറ്റ്ലി ഒരു കണ്ടിന്യൂറ്റി ഓഫ് ആക്ഷൻ ഉണ്ടായിരിക്കുകയില്ല. അതല്ലാത്ത സമയങ്ങളിൽ നമുക്കൊരു എഡിറ്റിംഗ് ആണെന്നോ ഇതിങ്ങനെ ഒരു ഷോട്ടിൽ നിന്ന് മറ്റൊരു ഷോട്ടിലേക്ക് മൂവ് ചെയ്ത് പോയത് എങ്ങനെയാണെന്നോ പോലും മനസ്സിലാകാത്ത രീതിയിൽ നമ്മിലേക്ക് വരുന്ന ഒരു ടെക്നിക്ക്, അല്ലെങ്കിൽ നമ്മൾ ആസ്വദിക്കുന്ന ആ ഒരു ടെക്നിക്ക് ആയതുകൊണ്ടാണ് അതിനെ ഇൻവിസിബിൾ ടെക്നിക്ക് ഓർ സീംലെസ്നെസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അബൌട്ട് ദ continuity editing. We can move on to the third one, parallel editing or cross cutting. ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറിയിരിക്കുന്നു. പെട്ടെന്ന് പുറത്ത് വീട്ടുകാർ കാറിൽ വന്ന് ഇറങ്ങുന്നൊരു രംഗം. അപ്പോൾ ഇവിടെ നിന്ന് കള്ളൻ പുറത്തേക്ക് ഇറങ്ങാനുള്ള മാർഗം നോക്കുന്നു, അല്ലെങ്കിൽ കള്ളനോ കൊലയാളിയോ ആരും ആയിക്കൊള്ളട്ടെ, പുറത്തു നിന്നും വീട്ടുകാരനുള്ളിലേക്ക് വരുന്നു. അപ്പോൾ ഒരു ഷോട്ട് ഉള്ളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കള്ളൻ്റെ, മറ്റൊരു ഷോട്ട് പുറത്ത് നിന്ന് ഇതൊന്നും അറിയാതെ വരുന്ന നമ്മുടെ ഹീറോയുടെ ഓർ ഹീറോയിൻ. അപ്പോൾ അതിങ്ങനെ മാറി 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 കാണിക്കാമെന്ന് കരുതുക. അപ്പോൾ നമ്മിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊരു സസ്പെൻസും ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരിക്കും. ഓർ ഇഫ് ഇറ്റ് ഈസ് എ ചേസ് സീക്വൻസ്, പരസ്പരം ഒരു 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 ചേസ് സീക്വൻസ് കാണിക്കുന്ന ഒരു സിനിമയാണെന്ന് ചിന്തിക്കുക. അപ്പോൾ മുന്നേ പോകുന്ന കാറ് പിന്നിൽ ഫൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചേസ് ചെയ്ത് പിന്നിൽ വരുന്ന വില്ലനോ ഹീറോയോ തിരിച്ചു മറിച്ചും ഒക്കെ ആവാം. അപ്പോൾ അങ്ങനെ ഒരു ചേസ് സീക്വൻസ് ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു ഹൊറർ ഫിലിമാണെന്ന് ചിന്തിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ രണ്ട് സ്ഥലങ്ങളിലായിട്ടോ അല്ലെങ്കിൽ രണ്ട് ആളുകളിലേക്കായിട്ടോ ഡിഫറെൻറ്റ് ആക്ഷൻസ്, പക്ഷേ ആക്ഷൻസ് തമ്മിലൊരു ബന്ധം ഉണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകാനായിട്ട് നമ്മുടെ അംബുജാക്ഷൻ പറഞ്ഞ ആ ഒരു കഥയുണ്ട്. ചിറകൊടിഞ്ഞ കിനാവുകൾ എന്ന് പറയുന്ന സിനിമ കഥയാക്കി മാറ്റിയിട്ടുള്ള ഒരു വിറകുവെട്ടുകാരൻ്റെ മകൾ സുമതിയുടെയും തയ്യൽക്കടക്കാരൻ്റെയും കഥ. അപ്പോൾ ഒരു സ്ഥലത്ത് പാലുകാച്ചൽ, മറ്റൊരു സ്ഥലത്ത് താലികെട്ട്. പാലുകാച്ചൽ, താലികെട്ട് രണ്ടും ഇങ്ങനെ ഒരുമിച്ച് കാണിക്കുകയാണ് അല്ലേ. ദാറ്റ് ഈസ് കോൾഡ് ആസ് പാരലൽ എഡിറ്റിംഗ് ഓർ ക്രോസ് കട്ടിംഗ്. സോ വാട്ട് ഈസ് പാരലൽ എഡിറ്റിംഗ് ഓർ ക്രോസ് കട്ടിംഗ്? Two sets of action that are progressing consecutively and which are interdependent within the narrative. ഒരു കഥയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ആക്ഷൻസിനെ ചേർത്ത് വെച്ചുകൊണ്ട്, പക്ഷേ ഇത് രണ്ടും നടക്കുന്നത് ചിലപ്പോൾ രണ്ട് പ്ലേസിലായിരിക്കാം, രണ്ട് സ്പേസിലായിരിക്കാം, ചിലപ്പോൾ രണ്ട് ടൈമിലായിരിക്കാം. പക്ഷേ തമ്മിൽ ആ ഒരു നറേറ്റീവ് പറയുമ്പോൾ അവിടെ അത്രയും കൺവിൻസിംഗ് ആയ രീതിയിൽ ബന്ധമുള്ളതായി ആണെങ്കിൽ we can show it through cross cutting or parallel editing. വളരെ മികച്ചൊരു രംഗം ഗോഡ്ഫാദർ എന്ന് പറയുന്ന സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. അതിലെ നായകൻ മൈക്കിൾ എന്ന് പറയുന്ന റിഫോംഡ് ആയിട്ടുള്ള വീറ്റോ കൊർലീനിയുടെ ഏറ്റവും പ്രിയപുത്രൻ, അദ്ദേഹം തൻ്റെ മകൻ്റെ മാമോദീസ ചടങ്ങിൽ പങ്കെടുക്കുന്നതും അതോടൊപ്പം തന്നെ മകൻ്റെ അല്ല അദ്ദേഹത്തിൻ്റെ നെവ്യൂൻ്റെ മാമോദീസ ചടങ്ങിൽ പങ്കെടുക്കുന്നതും അതോടൊപ്പം തന്നെ അദ്ദേഹം ആ ഒരു കാലിഫോർണിയൻ നഗരം മുഴുവൻ അവിടെയുള്ള മറ്റ് ഡോൺ ഫാമിലീസിനെയൊക്കെ കൊന്നൊടുക്കുന്ന രംഗവും കാണിക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് ഒരു കൂദാശ സ്വീകരിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള പൈശാചിക ശക്തികളെയും താൻ ബഹിഷ്കരിക്കുന്നുവെന്ന് കഥാനായകൻ പറയുന്നതോടൊപ്പം ആ കോയിൻ്റെ തന്നെ മറ്റൊരു സൈഡായിട്ടുള്ള എല്ലാ തരത്തിലുള്ള തിന്മകൾ ചെയ്യുന്ന അനദർ സൈഡ് ഓഫ് മൈക്കിളിനെയാണ് നമ്മൾ ആ ഒരു ചിത്രത്തിൽ കാണുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെരി വെൽ ഇലാബറേറ്റ്ലി എക്സ്പ്രസ് ത്രൂ ദ പാരലൽ എഡിറ്റിംഗ് ഓർ ക്രോസ് കട്ടിംഗ്. ഇവിടെ അച്ഛൻ ഓരോരോ വാക്കുകൾ പറയുന്നു, അതിനൊക്കെ മൈക്കിൾ സമ്മതിക്കുന്നു. അറ്റ് ദ സെയിം ടൈം അദ്ദേഹം അസൈൻ ചെയ്ത് വിട്ടിട്ടുള്ള ഓരോ കൊലയാളികൾ ചെന്ന് അദ്ദേഹത്തിൻ്റെ ശത്രുക്കളെ ഓരോന്നോരോന്നായിട്ട് കൊന്നൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള രംഗം അത്രയും ഔട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഐക്കോണിക് സീൻ ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി, ദ ഫിലിം ഗോഡ്ഫാദേഴ്സ്, ദാറ്റ് പെർട്ടിക്കുലർ ടെക്നിക് പാരലൽ എഡിറ്റിംഗ്. ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ വളരെയധികം ഔട്ട് ബ്രേക്കിംഗ് ആയിട്ടൊരു ഒരു സിനിമ തന്നെയാണ് ഗോഡ്ഫാദർ എന്ന് പറയുന്നത്. അതിലും ഐക്കോണിക് ആയിട്ടുള്ളൊരു സീനായിട്ട് എന്ത് മാറുന്നു? ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള രംഗം മാറുന്നു. ബിക്കോസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ എഡിറ്റിംഗ് ടെക്നിക് കോൾഡ് ആസ് പാരലൽ എഡിറ്റിംഗ് ഓർ ക്രോസ് കട്ടിംഗ്. കൂടുതലായിട്ടും ഇത് ഉപയോഗിക്കുന്നത് ബേസിക്കായിട്ടും ആ ഒരു സസ്പെൻസ് ഫാക്ടർ, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹൊറർ ഫിലിംസ്, അതുപോലുള്ള ഗാങ്സ്റ്റർ ഫിലിംസ്, അതുപോലെ തന്നെയുള്ള ചേസ് സീക്വൻസ് ഒക്കെ വരുന്ന സിനിമകളിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള സസ്പെൻസും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു എഡിറ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
D.W. Griffith, we mentioned this name several times in the classes. അദ്ദേഹമാണ് ഏറ്റവും കൂടുതലായിട്ട് ത്രില്ലേഴ്സിലും ഗാങ്സ്റ്റർ ഫിലിംസിലൊക്കെ ഈ ഒരു പെർട്ടിക്കുലർ ടെക്നിക്ക് കൂടുതലായിട്ടും ആദ്യ കാലഘട്ടങ്ങളിൽ യൂസ് ചെയ്തതായിട്ട് കാണുന്നത്. ഇപ്പോൾ ഒത്തിരി സിനിമകളിൽ നമുക്ക് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നത് കാണാം in order to create the awe, wonder and suspense as well as excitement in the audience. We can move on to the fourth one, that is montage. എന്താണ് montage എന്ന് പറഞ്ഞാൽ? montageന്റെ ലിറ്ററൽ മീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു മൗണ്ട് അപ്പ്, ടു അസംബിൾ എന്നാണ്. കൂട്ടി യോജിപ്പിക്കുക, ഡെഫിനറ്റ്ലി അതിനെ ഒരു ഓർഡറാക്കി മാറ്റുക. അപ്പോൾ എന്ത് തരത്തിലുള്ള ഓർഡറാണ് മൊണ്ടാഷ് നമുക്ക് തരുന്നത്? എങ്ങനെയാണ് മൊണ്ടാഷ് എന്ന് പറയുന്ന ഒരു എഡിറ്റിങ്ങിൻ്റെ സിനിമയായിട്ട് മാറുന്നത്? കുറേ ആളുകൾ മൊണ്ടാഷിനെ അതിനെ ഒരു എഡിറ്റിംഗ് ടെക്നിക്കായിട്ട് പറയുന്നുണ്ട്. മറ്റ് ചില ആൾക്കാർ എഡിറ്റിങ്ങിൽ നിന്ന് മാറി അതിനൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിന് കാരണം? വാട്ട് ഈസ് മെൻ ബൈ മൊണ്ടാഷ്? നമ്മൾ ചിലപ്പോൾ ഒരു ഗാനരംഗം കാണുമ്പോൾ ആ ഗാനരംഗത്തിൻ്റെ തുടക്കത്തിൽ ഒരു കുട്ടി വളരെ ഒരു കൈക്കുഞ്ഞായിട്ടുള്ള ഒരു കുഞ്ഞ് അതിൻ്റെ ഇൻഫൻസി പീരീഡിലാണെന്ന് വിചാരിക്കുക. ആ ഗാനം തീരുമ്പോൾ ആ കുട്ടി വലിയൊരാളായി മാറുന്നത് കാണാം. അപ്പോൾ ഒരു ഗാനരംഗത്തിലൂടെ ഒരു ക്യാരക്ടറിൻ്റെ ലൈഫിനെ, ഒരു ക്യാരക്ടറിൻ്റെ ഗ്രോത്തിനെ, ഡെവലപ്മെൻറ്റിനെ കാണിക്കുകയാണെങ്കിൽ വി ക്യാൻ കോൾ ദാറ്റ് ആസ് എ മൊണ്ടാഷ് ടെക്നിക്ക്. അപ്പോൾ മൊണ്ടാഷ് എന്ന് പറയുന്നത് ബേസിക്കായിട്ടും കുറച്ച് ദിവസങ്ങളോ കുറച്ച് വർഷങ്ങളോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിൻ്റെ തന്നെ ഗ്രോത്തിനെയോ ഏറ്റവും ഈസി ആയിട്ട് ടൈമിനെ കണ്ടൻസ് ചെയ്തുകൊണ്ട് കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു എഡിറ്റിംഗ് ടെക്നിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് എഡിറ്റിംഗ് ടെക്നിക്ക് അല്ലാതെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് പറയുന്നു എന്നാദ്യം പറഞ്ഞത്. ഇവിടെ എഡിറ്റിംഗ് എന്നതിലുപരി ആ ഓരോ ഷോട്ടുകൾ തമ്മിലുള്ള കോമ്പിനേഷനിൽ ഒരു മീനിങ് തരുന്നുണ്ട്. അഗെയിൻ കമ്മിങ് ബാക്ക് ടു ദ ഫിലിം ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമയിൽ അതിലെ കുറേ ഗ്യാങ് വാർ കാണിക്കുന്ന ഒരു രംഗമുണ്ട്. അവിടെ ആ ഗ്യാങ് വാർസ് കാണിക്കുമ്പോഴത്തേക്കും അത് കുറേ ന്യൂസ് പേപ്പർ കട്ടിങ്ങിലൂടെയാണ് കാണിക്കുന്നത്. അതായത് ഓരോ ഗ്യാങ് വാറും അവിടെ പോയി അവർ തമ്മിൽ വെടിവെക്കുന്നതോ മരിച്ചു വീഴുന്നതോ ഷൂട്ട് ചെയ്യാതെ ആ നടന്ന സംഭവങ്ങളെല്ലാം വെറും ന്യൂസ് പേപ്പർ കട്ടിങ്സിലൂടെ, ഹെഡ്ലൈൻസിലൂടെ, ടൈറ്റിൽസിലൂടെ ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞു തീർത്തു പോകുന്നു. പ്രേമം സിനിമയിൽ നിവിൻ പോളി കാത്തിരിക്കുന്ന ഒരു രംഗമുണ്ട് ടീച്ചറിന് വേണ്ടിയിട്ട്. അവിടെ അത്രയും കാത്തിരിപ്പ് കാണിക്കാതെ കലണ്ടറിൽ നിന്നും ഓരോ ഡേറ്റും ഇവൻ വന്ന് ഇങ്ങനെ കീറിക്കളയുന്നുണ്ട്. അതിലെ കഥാപാത്രം വന്ന് കീറി ഇങ്ങനെ മാറ്റുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ ഒരു 30 ദിവസത്തെയോ ഒരു ലോങ് വെക്കേഷൻ പീരീഡോ വെറും ഈ കാലണ്ടറിലെ ഓരോ പേജും കീറി മാറ്റുന്നത് കൊണ്ട് കാണിച്ചു തീർക്കുന്നുണ്ട്. സോ ടൈമിനെ കണ്ടൻസ് ചെയ്യാനായിട്ടാണ് ബേസിക്കലി മൊണ്ടാഷ് ആദ്യം ഉപയോഗിച്ചതെങ്കിൽ പിന്നീട് നമുക്കതിൻ്റെ 2-3 പയനിയേഴ്സ് എങ്ങനെ അത് ഇഫക്റ്റീവാക്കി മാറ്റി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1-2 ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ സിറ്റിസൺ കെയ്ൻ, എ വെരി റിമാർക്കബിൾ ഫിലിം, ഓർസൺ വെൽസിൻ്റെ സിറ്റിസൺ കെയ്ൻ ആസ് വെൽ ആസ് മൈക്കൽ കർട്ടിസിൻ്റെ കാസാബ്ലാങ്ക. ഇതൊക്കെയും മൊണ്ടാഷ് ടെക്നിക്കിനെ വളരെ മനോഹരമായിട്ട് ആളുകളിലേക്ക് എത്തിച്ചിട്ടുള്ള സിനിമകളാണ്. മൊണ്ടാഷിനെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് എടുത്തു പറയേണ്ട അടുത്തൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്, മൊണ്ടാഷ് സ്കൂൾ ഓർ സോവിയറ്റ് മൊണ്ടാഷ്. അവിടെ 2 ആളുകളെ, 3 എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ എന്ന് പറയാം, അത് വേണ്ട, 2 ആളുകളെ പ്രത്യേകമായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന പയനിയേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ് അവർ? വൺ ഇസ് ലെവ് കുളഷോവ്, അതർ വൺ ഇസ് സെർജി ഐസൻസ്റ്റൈൻ. അപ്പോൾ ആദ്യം പറഞ്ഞ കുളഷോവിനെ കുറിച്ച് പറയാം. സോവിയറ്റ് യൂണിയനിലെ പോസ്റ്റ് റെവല്യൂഷൻ പീരീഡിലാണ് ഇങ്ങനെ ഒരു സിനിമയുടെ ഇത്തരത്തിലുള്ളൊരു മൊണ്ടാഷ് എന്ന് പറയുന്ന ടെക്നിക്കിൻ്റെ തുടക്കം നമ്മൾ ആദ്യം കാണുന്നത് സോവിയറ്റ് യൂണിയൻ്റെ അല്ലെങ്കിൽ ആ ഒരു സോവിയറ്റിൻ്റെ പോസ്റ്റ് റെവല്യൂഷൻ പീരീഡിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള അവോങ്കാർഡ് ഫിലിംസ്, എക്സ്പെരിമെൻ്റൽ ഫിലിംസ്, ആംഗിളിലായിക്കോട്ടെ ഷോട്ടിലായിക്കോട്ടെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ടുള്ള സിനിമകളൊക്കെ കാണുന്നത്. അപ്പോൾ അവിടെ ഉയർന്നു വന്നിട്ടുള്ള, അവിടെ മെല്ലെ കലയിലേക്കും ഇത്തരം സിനിമകളിലേക്കും മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിച്ചു വന്നിട്ടുള്ള ആളുകളെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു. They formed an association of revolutionary cinematography called as ARC in 1924. അതിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും ലീഡർഷിപ്പ് എടുത്തിരുന്നത് 2 പേരായിരുന്നു. ഇറ്റ് വാസ് സെർജി ഐസൻസ്റ്റൈൻ ആസ് വെൽ ആസ് ലെവ് കുളഷോവ്. ഇവരുടെ 2 പേരുടെയും നേതൃത്വത്തിലാണ് ഈ ഒരു ARC എന്ന് പറയുന്ന ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വെർട്ടോവും എസ്ഫിർ ഷുബും പുഡോവ്കിനും അതുപോലുള്ള മറ്റ് സോവിയറ്റ് പൈനിയേഴ്സും ഫിലിം മേക്കേഴ്സും അതിലുണ്ടായിരുന്നു. പിന്നീട് അധികം കൊഹിറൻസ് ഒന്നും ഇല്ലാതെ മെല്ലെ ആ ഒരു ഗ്രൂപ്പ്, ആ ഒരു അസോസിയേഷൻ ഡിസിൻറ്റഗ്രേറ്റഡ് ആയി പോയി, സെപ്പറേറ്റ് ചെയ്ത് പോയി.
അവിടെ നിന്നും വിട്ടുമാറിപ്പോയ വെർട്ടോ അദ്ദേഹത്തിൻ്റെ വളരെ മികച്ച അടുത്തൊരു ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്തു. കിനോക്കെ ഓർ ദ സിനി ഐ എന്ന് പറയുന്ന മറ്റൊരു റെവല്യൂഷണറി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ വളരെ എടുത്തു പറയേണ്ട ഒരു സിനിമയാണ് എ മാൻ വിത്ത് എ മൂവി ക്യാമറ. 1929 പുറത്തിറങ്ങിയ മാൻ വിത്ത് എ മൂവി ക്യാമറ. അതിലെങ്ങനെയൊക്കെ എവിടെയൊക്കെ പോയി സിനിമ എടുക്കാം, ഒരാൾക്ക് ഒറ്റയ്ക്ക് എങ്ങനെ സിനിമ എടുക്കാം എന്ന് കാണിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി കം ഫീച്ചർ ഫിലിമാണത്. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ഡോക്യു ഫിക്ഷൻ. അപ്പോൾ വി ക്യാൻ ഫൈൻഡ് ഫിലിം എനിവേർ എന്ന് പറയുന്നൊരാശയം, ഇത്തരത്തിലുള്ള റെവല്യൂഷണറി ആയിട്ടുള്ള എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ആശയങ്ങളാണ് ഇത്തരം പയനിയേഴ്സ് അഡ്വക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഡിഫറെൻറ്റ് ഷോട്ട്സുകൾ തമ്മിലൊരു ജെക്സ്റ്റാ പൊസിഷൻ അല്ലെങ്കിൽ അതിനെ ചേർത്ത് വെക്കുന്നതിലുപരി 2 ഷോട്ടുകൾ ചേർത്ത് വെച്ച് അതിൽ നിന്നും മൂന്നാമത്തെ ഒരു മീനിങ്, ഒരു തേർഡ് ഷോട്ട് അല്ലെങ്കിൽ ഒരു മീനിങ് ഒരു സിന്തസൈസ് ചെയ്യുക, അതിനെ ഉരുത്തിരിച്ചെടുക്കുക, അത് കാണുന്ന കാണികൾക്ക് വിട്ടുകൊടുക്കുക. അതായിരിക്കണം മൊണ്ടാഷ് എന്ന് പറയുന്ന ടെക്നിക്കിലൂടെ നമ്മൾ കാണിക്കേണ്ടത് എന്നാണ് സെർജി ഐസൻസ്റ്റൈൻ പറഞ്ഞത്. 2 ഷോട്ടുകൾ തമ്മിൽ ചേർത്ത് വെക്കുമ്പോൾ ആ ഷോട്ടുകൾ തമ്മിലുള്ള കൊളീഷൻ ഓർ കോൺഫ്ലിക്റ്റ്, അത് കാണുന്ന വ്യക്തി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പ്രാപ്തനായിരിക്കണം. സോ എലോങ് വിത്ത് ദ ഫിലിം മേക്കർ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഓഡിയൻസും ആ ഫിലിമിൻ്റെ ക്രിയേറ്റേഴ്സായിട്ട് മാറണം. അപ്പോൾ സിനിമയ്ക്ക് പറയാനുള്ളത് പൂർണ്ണമായും നേരത്തെ നമ്മൾ നറേറ്റീവ് പറഞ്ഞു, കണ്ടിന്യൂറ്റി എഡിറ്റിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാം കഥാകാരൻ അല്ലെങ്കിൽ ഫിലിം മേക്കർ പറയേണ്ട ആവശ്യമില്ല. കുറച്ച് ചിന്തിക്കേണ്ട ഡ്യൂട്ടി ആർക്കും ഉണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് അല്ലെങ്കിൽ ആ ഒരു വ്യൂവറിനുണ്ട്. സോ ലെറ്റ് ദം അസ്യൂം ദ മീനിങ്. ആൻഡ് ഹീ തോട്ട് ദിസ് montage is the essence of film. There shouldn't be anything logical in it. There should be a collision or conflict of shots. സോ മൊണ്ടാഷ് ടെക്നിക്കിനെ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സെർജി ഐസൻസ്റ്റൈൻ ഒരു മനോഹരമായിട്ടുള്ള ഇല്ലുസ്ട്രേഷൻ തരുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഐസൻസ്റ്റൈൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഹി വാസ് എ കമ്മിറ്റഡ് മാർക്സിസ്റ്റ് ആസ് വെൽ ആസ് എൻ എൻജിനീയർ. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ 2 ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ ഫിലിം മേക്കിങ്ങിലും വന്നിട്ടുണ്ട്. ഈ ഒരു മാർക്സിസ്റ്റ് ഡയലക്റ്റിക്കൽ മാർക്സിസം ഐഡിയാസും അതുപോലെ തന്നെ ഈ ഒരു എൻജിനീയറിംഗ് ടെക്നിക് ഓഫ് അസംബ്ലിംഗ് ദറ്റ് ഷോട്ട്സ്, ദ ഡിഫറെൻറ്റ് കോൺഫ്ലിക്റ്റിംഗ് ഷോട്ട്സ്. അപ്പോൾ അദ്ദേഹം വരച്ച് കാണിച്ചു തന്ന ഒരു ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ് ഈ മൊണ്ടാഷ് നമുക്കൊരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത്. ഒരു ലേഡി, ഒരു പുവർ ആയിട്ടുള്ള വുമൻ, അദ്ദേഹത്തിൻ്റെ ഒരു വെൽ നറിഷ്ഡ് അല്ലാത്ത കുട്ടി അടുത്തിരിക്കുന്നു. അവരുടെ മുന്നിലൊരു ഒഴിഞ്ഞ പാത്രം, an empty bowl is there. So a poor woman along with an undernourished boy or girl, a young child, sitting in front of an empty bowl. അതിനോടൊപ്പം വേറൊരു ടേബിളിൽ ഒരു നല്ല റിച്ച് ആയിട്ടുള്ള നല്ല തടിയുള്ളൊരു മനുഷ്യൻ, ഒരു സ്റ്റൗട്ട് മാൻ, കയ്യിൽ നല്ല ഗോൾഡൻ വാച്ചൊക്കെ കെട്ടിയിട്ടുണ്ട്. അയാളുടെ പ്ലേറ്റ് നിറയെ ഭക്ഷണ സാധനങ്ങളും ആ ടേബിൾ നിറയെ വിവിധ തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളും ഉണ്ട്. ഈ 2 ഷോട്ടും അടുത്തടുത്ത് കാണിക്കുമ്പോൾ ഒരു ഷോട്ട് മറ്റൊരു ഷോട്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ വളരെ വളരെ കോൺഫ്ലിക്റ്റിംഗ് ആണ്. ബട്ട് ഈ ഷോട്ടുകൾ തമ്മിൽ കാണുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ ഉടലെടുക്കേണ്ടതായിട്ടുള്ള ഒരു മീനിങ് ഉണ്ട്. the audience, the viewer should form a new meaning to it. What should be that new meaning? The difference between the bourgeois society and the proletarians. മുതലാളി വർഗവും തൊഴിലാളി വർഗവും തമ്മിലുള്ള ഒരു അന്തരം കാണിക്കാൻ 2 ചിത്രങ്ങളെ ഇങ്ങനെ യോജിപ്പിച്ചാൽ മതി. അതിൻ്റെ അർത്ഥം ആര് കണ്ടെത്തണം? കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് കണ്ടെത്തണം. ഇതായിരുന്നു ഐസൻസ്റ്റൈൻ്റെ ആശയം. അദ്ദേഹത്തിൻ്റെ ബാറ്റിൽഷിപ്പ് പൊട്ടംകിൻ, ദ മൂവി ദാറ്റ് യു ഹാവ് ടു ഡു ദ കേസ് സ്റ്റഡി, ഡെഫിനറ്റ്ലി ഇൻ ദ 6th or 5th module I think, and you have to go through his other works as well as October and Strike. മൊണ്ടാഷ് ടെക്നിക്കിനെ ഏറ്റവും മനോഹരമായിട്ട് ഐസൻസ്റ്റൈൻ ഉപയോഗിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മേജറായിട്ടുള്ള മൂവീസാണ് സ്ട്രൈക്കും ബാറ്റിൽഷിപ്പ് പൊട്ടംകിനും അതുപോലെ തന്നെ ഒക്ടോബറും. മെല്ലെ ഇൻ 1934 ഒക്കെ ആയപ്പോഴത്തേക്കും വെൻ സ്റ്റാലിൻ റൈസ് ഇൻ ടു പവർ, ഈ ഒരു മൊണ്ടാഷ് ടെക്നിക്കിനെ പലരും വളരെയധികം ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് വന്നത്. ഡെഫിനറ്റ്ലി അതൊരു എൻജോയ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളില്ല, ഫിലിം എന്നുള്ള ഒരു ആർട്ടിനെ ഒരു എൻ്റർടൈനിങ് ആക്കി മാറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ക്രിറ്റിസിസംസ് വന്നു. മെല്ലെ ഈ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള മാറ്റം വന്നതോടുകൂടെ മൊണ്ടാഷ് എന്ന് പറയുന്ന ടെക്നിക്കിൻ്റെ ഒരു ഡിക്ലൈൻ, ഒരു തകർച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബട്ട് ഇറ്റ് ഈസ് എ വെരി പവർഫുൾ മീഡിയം വിച്ച് ഇസ് സ്റ്റിൽ യൂസ്ഡ് ഇൻ ഫിലിംസ് ആസ് വി മെൻഷൻ പ്രേമം ആൻഡ് ഓൾ ദാറ്റ്, ആസ് വെൽ ആസ് ഇൻ ബാംഗ്ലൂർ ഡേയ്സ്. ആ ഒരു എഗെയിൻ നിവിൻ പോളി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം, അദ്ദേഹം പല കാര്യങ്ങളും അന്വേഷിച്ച് അദ്ദേഹം പുറത്തേക്ക്
ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് അദ്ദേഹം ഫ്ലാറ്റ് വിട്ടിറങ്ങി ബാംഗ്ലൂർ നഗരത്തിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ്. അവിടെ കുറേ സീൻസ് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒരു ഫിലോസഫിക്കലായിട്ടുള്ളൊരു ഔട്ട്ലുക്ക് അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ ജീവിതം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നാട്ടിൻ പുറത്തേക്ക് പോകുന്നുണ്ട്. നഗരം ഇങ്ങനെയാണ്, ഇവിടുത്തെ ലൈഫ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പോകുന്നുണ്ട്. അവിടെ കുറേ ചെയ്യുന്നത് കുറേ ഇമേജസ് ഓർ ഡിഫറെൻറ്റ് ഷോട്ട്സിനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കാണുന്ന മനുഷ്യൻ അല്ലെങ്കിൽ അത് കാണുന്നൊരു വ്യൂവറിന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഫിലോസഫിക്കലായിട്ടുള്ള തലമുണ്ട്. ദാറ്റ് പെർട്ടിക്കുലർ എസൻസ് ഓഫ് ഫിലിം, that is called as montage. So these are the major types of editing that we had gone through. First one was chronological editing. There should be an order. ഒരു chronological order ഉണ്ടായിരിക്കണം, beginning, middle and end. Definitely it is established in narrative cinemas and all that. Next one was continuity editing. Continuity in actions. ഓരോ ആക്ഷൻ ചെയ്യുമ്പോൾ അതിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. ഡെഫിനറ്റ്ലി ടൈമും സ്പേസും വയലേറ്റ് ചെയ്യാൻ പാടില്ല. The all degree rules and everything should be properly followed. അതും ഏറ്റവും കോമൺലായിട്ട് ഏറ്റവും വേൾഡ് വൈഡ് ആയിട്ട് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു എഡിറ്റിംഗ് ടെക്നിക്കാണ് കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലാസിക്കൽ ഹോളിവുഡ് സിനിമ ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഇറ്റ്. ദ നെക്സ്റ്റ് വൺ വാസ്, ആൻഡ് ഇത് രണ്ടും ക്രോണോളജിക്കലും കണ്ടിന്യൂറ്റി എഡിറ്റിങ്ങും ബ്രേക്ക് വരുന്നത് ഫ്ലാഷ് ബാക്സോ ക്രോസ് കട്ടിങ്ങോ വരുമ്പോൾ മാത്രമാണ്. ആൻഡ് വി ഹാഡ് സീൻ ദ ക്രോസ് കട്ടിംഗ് ഓർ പാരലൽ എഡിറ്റിംഗ് ആസ് ദ തേർഡ് ടൈപ്പ്. ഒരേ സമയം തന്നെ രണ്ട് സ്ഥലങ്ങളിലായിട്ടോ രണ്ട് വ്യക്തികളിലായിട്ടോ ആക്ഷൻ കാണിക്കുക, രണ്ട് സെറ്റ് ഓഫ് ആക്ഷൻ, പക്ഷെ അവ തമ്മിലൊരു പരസ്പര ബന്ധം ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള എഡിറ്റിംഗ് ടെക്നിക്കിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രംഗങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതിന് നമുക്ക് പറയുന്നതാണ് ക്രോസ് കട്ടിംഗ് ഓർ പാരലൽ എഡിറ്റിംഗ് എന്നുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് വൺ വാസ് മൊണ്ടാഷ്. മൊണ്ടാഷ് തന്നെ പലതരത്തിലുള്ള മൊണ്ടാഷ് ഉണ്ട്. ഇമോഷണൽ മൊണ്ടാഷ് ഉണ്ട്, ഇൻ്റലക്ച്വൽ മൊണ്ടാഷ് ഉണ്ട്, അതുപോലെ തന്നെ വിഷ്വൽ മൊണ്ടാഷ് ഉണ്ട്. അതിൽ ഇദ്ദേഹം നമ്മുടെ സർജി ഐസൻസ്റ്റൈൻ ഹി അഡ്വക്കേറ്റഡ് ദ intellectual montage. While seeing the two shots, the audience should be able to create a third meaning to it. And definitely there is a difference between deep focus or the montage. മൊണ്ടാഷിനെ സംബന്ധിച്ചിടത്തോളം അതിലെ രംഗങ്ങളൊക്കെ വളരെ റാപ്പിഡ് ആയിരിക്കും. ഇപ്പോൾ കുറച്ച് ആളുകൾ അല്ലെങ്കിൽ കുറച്ച് സമയം, നേരത്തെ പറഞ്ഞുല്ലോ, നമ്മൾ ടൈമിനെ കണ്ടൻസ് ചെയ്യാനായിട്ടാണ് മൊണ്ടാഷ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പാസേജ് ഓഫ് ടൈമിനെ പെട്ടെന്ന് കാണിച്ച് തീർക്കാനായിട്ട് മൊണ്ടാഷ് ഉപയോഗിക്കും. ടൈം വേഗം പാസ് ചെയ്ത് പോകുന്നത് കാണിക്കാൻ മൊണ്ടാഷ് ടെക്നിക്ക് യൂസ് ചെയ്യും. അപ്പോൾ ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയിരിക്കും മൊണ്ടാഷിലുണ്ടായിരിക്കുക. അതേസമയം ഡീപ്പ് ഫോക്കസിലേക്ക് വരുമ്പോൾ സ്ലോ ആയിരിക്കും. ഇവിടെ വളരെ ജേർക്കി ആയിരിക്കും. മൊണ്ടാഷിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ ജേർക്കി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണെങ്കിൽ ഡീപ്പ് ഫോക്കസ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ യൂണിഫോം ആയിട്ടുള്ള ഈവൺലി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആയിരിക്കും. ഡീപ്പ് ഫോക്കസ് ഒബ്ജക്റ്റിവിറ്റിയെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അതിൻ്റെ പുറമേയുള്ള എക്സ്റ്റീരിയോറിറ്റിയെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മൊണ്ടാഷ് ടെക്നിക് ഇറ്റ് ഗേവ് എംഫസിസ് ടു ദ സബ്ജക്റ്റിവിറ്റി. ഒരു വ്യക്തിയുടെ ഉള്ളിൽ എന്താണോ നടക്കുന്നത് അത് കാണിക്കാനായിരിക്കും ആ മൊണ്ടാഷ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ അയാളുടെ ചിന്തയിൽ കുറേ ഇമേജസ് വന്നു പോകും, അല്ലേ? നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇൻ എ ഫ്ലാഷ് ഓഫ് സെക്കൻഡ് ഒരുപാട് ഇമേജസ് വന്നു പോകും. ഈ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഇൻറ്റീരിയർ ആയിട്ടുള്ള ആ ഒരു എലമെൻറ്റിനെ പുറത്തേക്ക് കാണിക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ടെക്നിക്കാണ് മൊണ്ടാഷ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അധികം ഒരു സ്റ്റഡി അല്ലെങ്കിൽ വളരെയധികം ഒരു ഇമ്പോർട്ടൻസ്, ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് സ്റ്റഡി ആയിട്ട് പഠിക്കാൻ പറ്റുന്നൊരു എഡിറ്റിംഗ് ടെക്നിക്കാണ് മൊണ്ടാഷ് എന്ന് പറയുന്നത്. കൺസിഡർ ചെയ്യേണ്ട ഒരു എഡിറ്റിംഗ് ടെക്നിക്കാണ് മൊണ്ടാഷ് എന്ന് പറയുന്നത്. ഇത്രയും ടെക്നിക്സാണ് നമുക്ക് മേജറായിട്ട് കാണാനുള്ളത്. നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദ ഡിഫറെൻറ്റ് കട്ട്സ് യൂസ്ഡ് ഇൻ ഫിലിം. We can see few major cuts or transitions used in film. What is meant by cut? Action cut? No, it is made during the post-production time, made by an editor. But generally, we can say that the cut denotes the splicing of one shot or two shots together made by the film editors in the post-production period. രണ്ട് ഷോട്ടുകൾ തമ്മിലുള്ള ആ ഒരു ഡിവിഷൻ, ആ ഒരു സ്പ്ലൈസിങ്, അതിനെ എങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഡിഫറെൻ്റ് ആയിട്ടുള്ള കട്ടുകളിലൂടെ നമുക്ക് ഒരു ഷോട്ടിൽ നിന്ന് അടുത്ത ഷോട്ടിലേക്കുള്ള ആ ഒരു മൂവ്മെൻറ്റ്, ആ ഒരു ട്രാൻസിഷൻ, മാറ്റത്തെ കാണിക്കുന്നതിനെയാണ് നമ്മൾ കട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള കട്ടുകൾ നമുക്ക് ഫിലിമിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും? ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു കട്ടിനെ കുറിച്ചിട്ടാണ്, ഒരു ട്രാൻസിഷൻ, ഒരു ചേഞ്ചിനെ കുറിച്ചിട്ടാണ് കണ്ടിന്യൂറ്റി കട്ട്. ഡെഫിനറ്റ്ലി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദർ ഷുഡ് ബി എ കണ്ടിന്യൂറ്റി ഇൻ ആക്ഷൻ. എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ഷൻ, ആ ആക്ഷന് യാതൊരു തരത്തിലുള്ള ടൈം ഓർ സ്പേസ് ബ്രേക്ക് വരാതെ വളരെ ലോജിക്കലായിട്ടുള്ള ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ പോകുന്ന കട്ടിനെയാണ് നമ്മൾ കണ്ടിന്യൂറ്റി കട്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് കണ്ടിന്യൂറ്റി എഡിറ്റിംഗ്
we had already discussed that, without creating a sort of jerkiness. അപ്പോൾ എല്ലാം തമ്മിലൊരു പരസ്പര ബന്ധം ഉണ്ടായിരിക്കും. ഇതെങ്ങനെ ഇത് ഇങ്ങോട്ട് ഇപ്പുറത്തെ ഷോട്ടിലേക്ക് മാറി എന്ന് തോന്നാത്ത രീതിയിൽ അത്രയും മനോഹരമായിട്ട് അവിടെ ഒരു ജേർക്കിനെസ്സോ ഒരു ബ്രേക്കോ നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്പ്ലൈസിങ് ഓഫ് 2 ഷോട്ട്സിനാണ് അവിടെ എഡിറ്റർ നമുക്ക് വേണ്ടി തരുന്നത് ത്രൂ യൂസിങ് കണ്ടിന്യൂറ്റി കട്ട്. സോ ഇറ്റ് ഗിവ്സ് എ കൈൻഡ് ഓഫ് സ്മൂത്ത് ആൻഡ് അൺഒബ്സ്ട്രക്റ്റീവ് ഫ്ലോ ഓഫ് ദ നറേറ്റീവ്. യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാതെ വളരെ ഫ്ലോ ആയിട്ട് നമുക്ക് ആ ഒരു ഷോട്ടിൽ നിന്ന് അടുത്ത ഷോട്ടിലേക്ക് മൂവ് ചെയ്തതുപോലും അറിയാതെ നമ്മൾ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അടുത്ത കാണാൻ പോകുന്ന കട്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ജംപ് കട്ട്. അപ്പോൾ ജംപ് കട്ട് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതാണ്. വെൻ 30-degree rule is violated, a jump cut occurs. കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ആ ഒരു ഫ്ലോ ഓഫ് വാച്ചിങ് അതിനെ ഡെഫിനറ്റ്ലി ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്ന, ബ്രേക്ക് ചെയ്യുന്ന ഒരു എഡിറ്റിംഗ് ടെക്നിക്കാണ് ജംപ് കട്ട് എന്ന് പറയുന്നത്. Rather than watching the narrative, jump cut emphasis on the technicality of the film. അവിടെ ഇതുപോലെ തന്നെ സ്പേസോ അല്ലെങ്കിൽ ടൈമോ അല്ലെങ്കിൽ ഒന്നും തമ്മിൽ പ്രത്യേകമായിട്ടുള്ള ഒരു മാച്ച് ഉണ്ടായിരിക്കുകയില്ല. There is no match between the 2 sliced shots and it gives the effect of bad editing. So jump cutനെ ആദ്യ കാലഘട്ടങ്ങളിൽ definitely we can see in as an example Jean-Luc Godard's Breathless എന്ന് പറയുന്ന 1959 film is the best typical example for jump cut. അതിൽ ഡയലോഗ് അടക്കം സീൻസ് അടക്കം എല്ലാതും തമ്മിൽ പരസ്പരമായിട്ട് ലോജിക്കലായിട്ട് റിലേഷൻഷിപ്പ് ഒന്നും തന്നെ വെച്ച് പുലർത്തുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഷോട്ടുകൾ തമ്മിൽ ഒരു ഷോട്ട് കഴിഞ്ഞ് അടുത്ത ഷോട്ടിലേക്ക് പോകുമ്പോൾ ആ ഷോട്ടുകൾ തമ്മിൽ ബന്ധമില്ലാത്ത രീതിയിൽ ആണ് അതിൻ്റെ സ്പ്ലൈസിങ് ചെയ്തിട്ടുള്ളതെങ്കിൽ we can call that as a jump cut. And definitely when when a particular scene is captured without following a 30-degree rule, it will also result in a jump cut. ഒന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ആംഗിളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് അഡ്ജസൻറ്റ് ഷോട്ട് തൊട്ടടുത്ത ഷോട്ട് എടുക്കുമ്പോൾ 30 എങ്കിലും മാറിയിരിക്കണം. ഇല്ലെങ്കിൽ ആ ഒരു ഷോട്ടിൽ നമുക്ക് ആ ഒരു സീൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് വിൽ ക്രിയേറ്റ് എ കൈൻഡ് ഓഫ് ഒബ്സ്ട്രക്ഷൻ എമംഗ് ദ വ്യൂവേഴ്സ്. തേർഡ് വൺ ഇസ് മാച്ച് കട്ട്. മാച്ച് കട്ടിന് ഏറ്റവും മികച്ച ഒരു ഉദാഹരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് മായാനദി എന്ന് പറയുന്ന സിനിമയിലെ അവസാനത്തെ ആ ഒരു ക്ലൈമാക്സ് രംഗമാണ്. പരസ്പരം ബന്ധമുള്ള എന്നാൽ അതേസമയം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പേസിലായിരിക്കാം, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈമിലായിരിക്കാം. എന്നാൽ അതേസമയം തന്നെ നമുക്കൊരു ലോജിക്കലി ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്ന തരത്തിലായിരിക്കാം ഇത്തരം സീൻസുകൾ അല്ലെങ്കിൽ ഷോട്ടുകൾ മാറുന്നുണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞു വന്ന സിനിമ, അതിലെ മാത്തൻ എന്ന് പറയുന്ന കഥാപാത്രം അവസാനം മരിച്ചു വീഴുന്ന ഒരു രംഗമുണ്ട്. മരിച്ചു വീഴുമ്പോൾ ആ നദിയുടെ അപ്പുറത്തായിട്ട് അവൻ അവസാനമായിട്ട് അപ്പു എന്ന് പറയുന്ന അതിലെ കഥാപാത്രത്തെ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫെയറി ലൈക്ക് കോസ്റ്റ്യൂമിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് മാത്തൻ്റെ കാഴ്ചപ്പാടിൽ അപ്പു എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അവസാനമായി കാണുന്നതും അവളെ ഒരു നടിയായി കാണുന്നതുമായിട്ടുള്ള രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. നടിയായിട്ടല്ല മാത്തൻ കാണുന്നത്, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളായിട്ട് ലവറായിട്ട് അവിടെ കാണുന്നു. അതേസമയം തന്നെ അവിടെ ആ ഒരു അപ്പുവിൻ്റെ കഥാപാത്രത്തിൽ നിന്നും പിന്നെ ഷോട്ട് മാറുന്നത് ഒരു മൂവി സെറ്റിലേക്കാണ്. ദാറ്റ് ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ മാച്ച് കട്ട്. അവിടെ മാത്തൻ്റെ ഇമാജിനേഷനിൽ കണ്ട ആ രൂപം പിന്നെ മാറുന്നത് ഒരു സിനിമയുടെ ലൊക്കേഷനിലേക്കാണ്. നേരത്തെ പറഞ്ഞ സമീർ ഓഫർ ചെയ്തിട്ടുള്ള ആ ഒരു ഫെയറി കഥാപാത്രമായിട്ട് അപ്പു മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ ലോറൻസ് ഓഫ് അറേബ്യ എന്ന് പറയുന്ന സിനിമയിൽ ഒരു തീപ്പെട്ടി ഉരക്കുന്ന ഒരു രംഗമുണ്ട്. തീപ്പെട്ടി ഉരയ്ക്കുമ്പോൾ നെക്സ്റ്റ് ഷോട്ട് പോകുന്നത് ഡെസേർട്ടിലേക്കാണ്. സോ ദ ഹീറ്റ് ക്രിയേറ്റഡ് ബൈ ദിസ് മാച്ച് സ്റ്റിക്ക് റിമൈൻഡ്സ് ദ ക്യാരക്ടർ അബൌട്ട് ദ ഡെസേർട്ട് ലൈഫ് ഹി ഹാഡ് എക്സ്പീരിയൻസ്ഡ്. ചിലപ്പോൾ ഒരു സ്വപ്നം കണ്ടിട്ട് സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ സ്വപ്നത്തിൽ കണ്ണു തുറക്കുന്നത് പിന്നെ ചിലപ്പോൾ കണ്ണു തുറക്കുന്നത് റിയൽ ലൈഫിലായിരിക്കാം. ചാർലി ചാപ്ലിൻ്റെ കിഡ് എന്ന് പറയുന്ന മൂവിയിൽ ചാർലി ചാപ്ലിൻ ഒരു ഡോറിൽ ചാരിയിരുന്നൊരു സ്വപ്നം കാണുന്നുണ്ട്. സ്വപ്നം കണ്ടു കഴിഞ്ഞ് സ്വപ്നത്തിൽ ചെയ്യുന്ന അതേ ആക്ഷൻ ഒന്നും വേണ്ട. മീശമാധവനിൽ നമ്മുടെ ദിലീപ് എന്ന് പറയുന്ന കഥാപാത്രം അവൻ സ്വപ്നത്തിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ബെഡിലാണ് കിടക്കുന്നത്. ഓൾ ദീസ് ആർ ബെസ്റ്റ് എക്സാമ്പിൾസ് ഫോർ മാച്ച് കട്ട്. ഇപ്പോൾ ഡിഫറെൻറ്റ് സ്പേസിലായിരിക്കും കഥ നടക്കുന്നുണ്ടായിരിക്കുക. അതേസമയം തന്നെ അത് തമ്മിൽ ആ ഒരു ഷോട്ടുകൾ തമ്മിൽ, അതായത് ഒരു സ്ഥലത്ത് നിൽക്കുന്നു നമുക്ക് തോന്നും, പക്ഷേ നെക്സ്റ്റ് ഷോട്ട് വരുമ്പോൾ കയ്യിലിരിക്കുന്ന വാളായിരിക്കില്ല, ചിലപ്പോൾ ഒരു സ്പൂണോ അല്ലെങ്കിൽ വല്ല പുട്ടുകുറ്റിയൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ ഷോട്ടുകൾ തമ്മിൽ വളരെ ലോജിക്കലായിട്ടുള്ള ആ സിറ്റുവേഷൻ അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള കണക്ഷൻ കൊണ്ടുവരികയാണെങ്കിൽ വി ക്യാൻ കോൾ ദാറ്റ് ആസ് എ മാച്ച് കട്ട്. ദാറ്റ് ഈസ് അബൌട്ട് ദ 3 മേജർ കട്ട് യൂസ്ഡ് ഇൻ ഫിലിംസ്. ഇത് കൂടാതെ തന്നെ മറ്റൊരുപാട് തരത്തിലുള്ള കട്ട്സ് ആൻഡ് ട്രാൻസിഷൻസ് ഫിലിമിൽ ഉപയോഗിക്കുന്നുണ്ട്.
cross cuts, montage cuts, compilation cuts or shots, rough cut or director's cut, cutaways, fade in and fade out, dissolve, wipe and temporal ellipsis. ഇത്തരത്തിലുള്ള cuts and transitions together forms a film presented in a better way. So definitely a good artist or a good creator can provide such a fantastic film to the viewers or to the audience. So go through the different editing techniques and through the different cuts mentioned in the video lesson. Thank you all.